നമസ്കാരം, ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് 10ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കെമിസ്ട്രിയുടെ പാഠഭാഗങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന ചാപ്റ്റർ നമ്മൾ പറയുമ്പോൾ, ആ ടോപ്പിക്ക് നമ്മൾ പറയുമ്പോൾ, അതിനകത്ത് നമ്മൾ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബോർ ആറ്റം മാതൃകയാണ്. ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ മോഡൽ ഓഫ് ആറ്റം പറയുന്നത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ആറ്റത്തിന്റെ സെന്റർ ആണല്ലോ ന്യൂക്ലിയസ്, കേന്ദ്രമാണല്ലോ ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിൽ ഈ പറഞ്ഞ പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ആരൊക്കെ? പ്രോട്ടോണും ന്യൂട്രോണും. ആ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത പാതയില്, ഒരു ഡെഫിനിറ്റ് പാത്തില്, ഒരു ഫിക്സഡ് പാത്തില്, ഒരു കൃത്യമായ പാതയിലൂടെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, ഇലക്ട്രോണുകൾ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ന്യൂക്ലിയസിന് ചുറ്റും ഒരു ഡെഫിനിറ്റ് പാത്തില്, ഒരു ഫിക്സഡ് പാത്തിലൂടെ, ഒരു നിശ്ചിത പാതയിലൂടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് എന്നാ പറയുന്നത്. ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ്. ആ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന, ഇലക്ട്രോണുകൾ കറങ്ങുന്ന ഈ ഫിക്സഡ് പാത, ഈ ഡെഫിനിറ്റ് പാത, ഈ നിശ്ചിത പാത, ആ സഞ്ചാര പാതയെ വിളിക്കുന്ന പേരാണ് ഷെൽ അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയും. ഷെൽ അഥവാ ഓർബിറ്റ്. The electrons revolve around the nucleus in a certain selected circular path called shell or orbit. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന സഞ്ചാരപാത, ആ നിശ്ചിത പാത, ആ സഞ്ചാരപാതയെ വിളിക്കുന്ന പേരാണ് ഷെൽ അഥവാ ഓർബിറ്റ്. ഇപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്ന സഞ്ചാരപാതയാണ് ഷെൽ അഥവാ ഓർബിറ്റ്. അപ്പൊ നോക്ക, ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ഷെല്ലുകൾ ഉണ്ടല്ലോ. ഇങ്ങനെ ഷെല്ലുകളുണ്ട് ന്യൂക്ലിയസിന് ചുറ്റും. ഇങ്ങനെ ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുക. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. കണ്ടോ? ഒന്നെങ്കിൽ നമുക്ക് നമ്പർ കൊടുക്കാം. 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ കൊടുക്കുക. കെ, എൽ, എം, എൻ എന്നിങ്ങനെ നമുക്ക് ലെറ്ററുകൾ കൊടുത്തോ നമുക്കതിനെ റെപ്രസെന്റ് ചെയ്യാം. ഒന്നെങ്കിൽ ന്യൂക്ലിയസിന് അടുത്തുനിന്ന് തുടങ്ങി 1, 2, 3, 4 എന്നിങ്ങനെ നമ്പർ കൊടുക്കണം. അല്ലെങ്കിൽ കെ, എൽ, എം, എൻ എന്നിങ്ങനെ ലെറ്ററുകൾ കൊടുത്ത് നമുക്ക് സൂചിപ്പിക്കാം. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്തെടുക്കുന്ന ഷെല്ലാണ് കെ ഷെല്ല്. അതിനായിരിക്കും എനർജി ഏറ്റവും കുറവ്. അപ്പൊ എനർജി ഏറ്റവും കുറവ് ആർക്കാണ്? കെയ്ക്കാണ്. കെയേക്കാൾ എനർജി കൂടുതൽ എല്ലിനാണ്. എല്ലിനേക്കാൾ എനർജി കൂടുതൽ എമ്മിനാണ്. എമ്മിനേക്കാൾ എനർജി കൂടുതൽ എന്നിനാണ്. അപ്പൊ ഏറ്റവും എനർജി കുറവ്, ഊർജം കുറവ് കെയ്ക്ക്. കെയേക്കാൾ എനർജി കൂടുതൽ എല്ലിനേക്കാൾ എനർജി കൂടുതൽ എമ്മിനേക്കാൾ എനർജി കൂടുതൽ എൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുന്തോറും ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുകയാ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുകയാ. അപ്പൊ ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ എനർജിയും കൂടുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് അകലം കൂടുക, ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കൂടുക. ഡിസ്റ്റൻസ് കൂടുമ്പോൾ, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുമ്പോൾ ഷെല്ലുകളുടെ ഊർജവും കൂടുന്നു. As the distance increases from the nucleus, the energy of shells also increases. മാത്രവുമല്ല, K ഒരു നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും, L ഒരു നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും, M ഒരു നിശ്ചിത അളവ് ഊർജം ഉണ്ടായിരിക്കും, എന്നിനും ഉണ്ടായിരിക്കും. ഓരോരുത്തർക്കും, ഓരോ ഷെല്ലിനും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് എനർജി ഉണ്ടായിരിക്കും. അങ്ങനെ ഓരോ ഷെല്ലിനും ഒരു ഡെഫിനിറ്റ് എമൗണ്ട് എനർജി ഉള്ളത് കൊണ്ട് ഈ ഷെല്ലുകളെ നമുക്ക് എനർജി ലെവൽസ് എന്ന് വിളിക്കാം. എനർജി ലെവൽസ്, ഊർജ നിലകൾ എന്ന് വിളിക്കും. എനർജി ലെവൽസ് അല്ലെങ്കിൽ ഊർജ നിലകൾ എന്നാ വിളിക്കുന്നത്. Each shell have a definite amount of energy, so it is called energy levels. ഓരോ ഷെല്ലിനും ഒരു നിശ്ചിത അളവ് ഊർജം ഉള്ളത് കൊണ്ട് അതിനെ നമ്മൾ ഊർജ നിലകൾ എന്ന് വിളിക്കും. അപ്പൊ ഇത്
K ഒന്നാമത്തെ ഊർജ്ജനില, L രണ്ടാമത്തേത്, M 3, N 4 എനർജി ലെവൽ ഊർജ്ജനിലകൾ എന്നാ വിളിക്കുന്നത്. ഏറ്റവും ആദ്യം ഇലക്ട്രോൺ നിറയുന്നത് കെയിലാണ്. കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന എനർജി കൂടുവാണല്ലോ ചെയ്യുന്നത്. എനർജി കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ആദ്യം എനർജി ഏറ്റവും കുറഞ്ഞ കെയില്, അതിനുശേഷം L, അതിനുശേഷം M, അതിനുശേഷം N. അപ്പൊ എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിൽ ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം, the maximum number of electrons accommodated in each shell. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്ന സൂത്രവാക്യമാണ് 2n². The maximum number of electrons accommodated in each shell is 2n², where n is the shell number. എന്ന് പറയുന്നത് ഷെൽ നമ്പർ 1 2 3 4 എന്നിങ്ങനെ പറയുന്ന ഷെൽ നമ്പറിനെയാണ് ആര് ഡിനോട്ട് ചെയ്യുന്നത്? n. ഷെൽ നമ്പറിനെയാണ് ആര് സൂചിപ്പിക്കുന്നത്? n സൂചിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ എനർജി ലെവൽ Km ഒന്നാമത്തെ എനർജി ലെവലാണ്, ഒന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ എന്നിന്റെ വോട്ട് നമ്മൾ 1 കൊടുത്താൽ മതി. അപ്പൊ 2 ഗുണം 1 സ്ക്വയർ, 1 സ്ക്വയർ 1, 1 ഗുണം 2 2. കെ ഷെല്ലിൽ പരമാവധി 2 ഇലക്ട്രോണിനെ മാത്രമേ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2. 2 എണ്ണത്തിന് മാത്രമേ പറ്റുള്ളൂ. The maximum number of electrons accommodated in K shell is 2. Then അടുത്തത് L എന്ന് പറയുന്നത് സെക്കൻഡ് എനർജി ലെവലാണ്, രണ്ടാമത്തെ എനർജി ലെവലാണ് L. അപ്പൊ 2 into 2 സ്ക്വയർ, 2 ഗുണം 2 സ്ക്വയർ, 2 സ്ക്വയർ 4, 4 ഗുണം 2 8. അപ്പൊ L ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. The maximum number of electrons accommodated in L is 8. M എന്ന് പറയുന്നത് തേർഡ് എനർജി ലെവലാണ്, മൂന്നാമത്തെ എനർജി ലെവലാണ്, മൂന്നാമത്തെ ഷെല്ലാണ്. അപ്പൊ 2 ഗുണം 3 സ്ക്വയർ, 3 സ്ക്വയർ 9, 9 ഗുണം 2 18. എം ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണിന്റെ എണ്ണം 18. അടുത്തത് N എന്ന് പറയുന്നത് ഫോർത്ത് എനർജി ലെവലാണ്, നാലാമത്തെ എനർജി ലെവൽ. 2 ഗുണം 4 സ്ക്വയർ, 4 സ്ക്വയർ 16, 16 ഗുണം 2 32. അപ്പൊ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമായല്ലോ. കെയിൽ എത്രയാ? 2. എല്ലിൽ എത്രയാ? 8. എമ്മിൽ എത്രയാ? 18. എന്നിൽ എത്രയാ? 32. അപ്പം ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് എനർജിയുടെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്, ഊർജം കൂടി വരുന്ന ക്രമത്തിലാണ്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2n² ആണ്. 2n² ആണ്. ഇത്രയും കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ, പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസം എന്ന ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള എനർജി ലെവലുകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? K, L, M, N. ഊർജ നിലകളാണ് K, L, M, N. ഇങ്ങനെ ഇങ്ങോട്ട് ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ക്രമീകരിച്ചിരിക്കുന്നത്. ഊർജം കൂടി വരുന്ന ക്രമത്തിലാണല്ലോ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. K യേക്കാൾ ഊർജം കൂടുതൽ L-ന്, L-നേക്കാൾ ഊർജം കൂടുതൽ M, M-നേക്കാൾ ഊർജം കൂടുതൽ N. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവയുടെ എനർജി അനുസരിച്ചാണ്. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവയുടെ എനർജി അനുസരിച്ചാണ് ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഷെല്ലാണ് K ഷെല്ല്. K ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. K ഷെല്ലിൽ 2 ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റും. ആ 2 ഇലക്ട്രോണുകളെ അല്ലെങ്കിൽ ഷെല്ലുകളിലെ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതും അവയുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവയുടെ എനർജി അനുസരിച്ചാണ്. ഷെല്ലുകളെ ക്രമീകരിച്ചിരിക്കുന്നത് അവയുടെ എനർജി അനുസരിച്ചാണ്. അതേപോലെ തന്നെയാണ് ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതും.
ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്നതും അവയുടെ ഊർജത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കെ എന്നും എൽ എന്നും എം എന്നും ഒക്കെ പറയുന്നത് എനർജി ലെവൽ ആണ്. ആ എനർജി ലെവലിന് അകത്തില് വീണ്ടും സബ് എനർജി ലെവൽ ഉണ്ട്, ഉപ ഊർജ നിലകളുണ്ട്. ആ ഉപ ഊർജ നിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സബ് ഷെല്ല് എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ന്യൂക്ലിയസിന് ചുറ്റും കെ എന്നും എൽ എന്നും എം എന്നും എൻ എന്നും ഒക്കെ ഷെല്ലുകളെ ക്രമീകരിക്കുന്നത് ഊർജത്തിന്റെ അടിസ്ഥാനത്തിൽ, എനർജിയുടെ അടിസ്ഥാനത്തിൽ. ആ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ക്രമീകരിക്കുന്ന ഉപ ഊർജ നിലകളുണ്ട്, സബ് എനർജി ലെവലുകളുണ്ട്. ആ സബ് എനർജി ലെവലുകളെയാണ് എങ്ങനെ വിളിക്കുന്നത്? സബ് ഷെല്ല്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ കാണുന്ന സബ് എനർജി ലെവലാണ് ഏത്? സബ് ഷെല്ല്. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാ എസ്, പി, ഡി, എഫ്. എല്ലാം സ്മോൾ ലെറ്റർ വേണം എഴുതാനെ കൊണ്ട്. പ്രധാനപ്പെട്ട സബ് ഷെല്ലുകളാണ് ഏതൊക്കെ? എസ്, പി, ഡി, എഫ്. ഇന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ എലമെന്റിന്റെയും ഇലക്ട്രോണുകളെ ക്രമീകരിക്കാനെ കൊണ്ട് ഈ 4 സബ് ഷെല്ലുകൾ മതിയാകും. ഇനി വേണ്ടി വന്നാൽ നമുക്ക് ജി, എച്ച് എന്നിങ്ങനെ നമുക്ക് പേരുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പൊ തൽക്കാലം നമുക്ക് ഈ പറഞ്ഞ 4 എണ്ണം മതി. ഏതൊക്കെയാണ്? എസ്, പി, ഡി, എഫ്. എസ്, പി, ഡി, എഫ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എനർജി ലെവല, ഫസ്റ്റ് എനർജി ലെവല, ഒന്നാമത്തെ എനർജി ലെവലാണ് കെ. ഫസ്റ്റ് എനർജി ലെവൽ ആണല്ലോ കെ. കെക്ക് ഒറ്റ ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അത് എസ് ആണ്. ഫസ്റ്റ് എനർജി ലെവൽ ആണ് കെ. കെക്ക് ഒരേ ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ, അത് എസ് ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് 1s എന്ന് പറയണം. അപ്പൊ 1s എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷെല്ലിന്റെ അല്ലെങ്കിൽ ഫസ്റ്റ് എനർജി ലെവലിന്റെ സബ്ഷെല്ലായ എസ്, ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്, 1s. അപ്പൊ ഒന്നാമത്തെ ഷെല്ല് അല്ലെങ്കിൽ ഒന്നാമത്തെ എനർജി ലെവല്, ഒന്നാമത്തെ ഊർജ നില, അത് കെ ആണ്. അതിന് ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ, എസ്. അതിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യും, എങ്ങനെ സൂചിപ്പിക്കും? 1s. അപ്പൊ എവിടെയെങ്കിലും 1s എന്ന് കണ്ടാൽ എന്താ ഓർക്കേണ്ടത്? ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്. രണ്ടാമത്തെ എനർജി ലെവല്, രണ്ടാമത്തെ ഷെല്ലാണ് എൽ. അതിന് 2 സബ്ഷെല്ലുകളുണ്ട്, എസും ഉണ്ട് പിയുമുണ്ട്. അപ്പം അതിനെ സൂചിപ്പിക്കാന് എസ് 2s എന്ന് പറയണം. 2s. അപ്പൊ 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്. ഈ നമ്പർ വേണം നോക്കാൻ. ഇതാണ് ഷെൽ നമ്പർ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നത്. ഷെൽ നമ്പർ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയും. ഒന്നാമത്തേത്, രണ്ടാമത്തേത്, ഒന്നാമത്തേതിന്റെ സബ്ഷെല്ല്, രണ്ടാമത്തേതിന്റെ സബ്ഷെല്ല്, അങ്ങനെയാ പറയുന്നത്. അപ്പൊ പി എങ്ങനെ സൂചിപ്പിക്കും? 2p. അപ്പൊ 1s എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്. അപ്പൊ 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്. അപ്പൊ 2p എന്ന് പറഞ്ഞാലോ രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി. അടുത്ത മൂന്നാമത്തെ എനർജി ലെവലാണ് എം. അതിന് 3 സബ്ഷെല്ലുകളുണ്ട്, എസ്, പി, ഡി. അപ്പൊ മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ് എങ്ങനെ ഡിനോട്ട് ചെയ്യും, എങ്ങനെ സൂചിപ്പിക്കും? 3s. മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി എങ്ങനെ സൂചിപ്പിക്കും? 3p. മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ ഡി എങ്ങനെ സൂചിപ്പിക്കും? 3d. അടുത്തത് നാലാമത്തെ എനർജി ലെവല്, നാലാമത്തെ ഷെല്ല, അതാണ് എൻ. അതിന് 4 സബ്ഷെല്ലുകൾ വരും. ഏതൊക്കെയാ? എസ്, പി, ഡി, എഫ്. അപ്പൊ നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ് എങ്ങനെ പറയണം? 4s. നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി എങ്ങനെ പറയും? 4p. നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ ഡി എങ്ങനെ പറയും? 4d. നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എഫ് 4f. ഇപ്പൊ 1s എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്. 2s എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്, രണ്ടാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി.
മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്, മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി, മൂന്നാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ ഡി, നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എസ്, നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ പി, നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ ഡി, നാലാമത്തെ ഷെല്ലിന്റെ സബ്ഷെല്ലായ എഫ്. നോക്കാം. ഒന്നാമത്തെ ഷെല്ലിന് ഒരു സബ്ഷെല്ല്, ഒരേ ഒരു സബ്ഷെല്ലേ ഉള്ളൂ. രണ്ടാമത്തെ ഷെല്ലിന് രണ്ട് സബ്ഷെല്ലുണ്ട്, എസും പിയും. മൂന്നാമത്തെ ഷെല്ലിന് മൂന്ന് സബ്ഷെല്ലുണ്ട്, എസ്, പി, ഡി. നാലാമത്തെ ഷെല്ലിന് നാല് സബ്ഷെല്ലുണ്ട്. ഈ പറയുന്നതല്ലേ ഷെൽ നമ്പർ എന്ന് പറഞ്ഞത്? ഒന്നാമത്തേത്, രണ്ടാമത്തേത്, മൂന്നാമത്തേത്. ഷെൽ നമ്പർ, ഷെൽ നമ്പർ. അതായത് ഒന്നാമത്തെ എനർജി ലെവലിന് ഒരെണ്ണം, രണ്ടാമത്തെ എനർജി ലെവലിന് രണ്ടെണ്ണം, മൂന്നാമത്തേന് മൂന്നെണ്ണം. അതായത് ഓരോ ഊർജ നിലയിലെയും സബ്ഷെല്ലുകളുടെ എണ്ണവും, ഓരോ ഊർജ നിലയിലെയും സബ്ഷെല്ലുകളുടെ എണ്ണവും ഷെൽ നമ്പറും തുല്യമായിരിക്കും. സബ്ഷെല്ലിന്റെ എണ്ണവും ഷെൽ നമ്പറും, ഇതാണ് എനർജി ലെവലിന്റെ ഷെൽ നമ്പർ. അതായത് ഷെല്ലിന്റെ നമ്പർ, എനർജി ലെവൽ എന്ന് പറയുന്നത് തന്നെയാണ് ഷെല്ല്. അപ്പൊ ഒന്നാമത്തെ എനർജി ലെവലിന് ഒരു സബ്ഷെല്ല്, രണ്ടാമത്തെ എനർജി ലെവലിന് രണ്ട് സബ്ഷെല്ല്, മൂന്നാമത്തെ എനർജി ലെവലിന് മൂന്ന് സബ്ഷെല്ല്, നാലാമത്തെ എനർജി ലെവലിന് നാല് സബ്ഷെല്ല്. അപ്പൊ എങ്ങനെ പറയണം നമ്മൾ? ഓരോ ഊർജ നിലയിലെയും സബ്ഷെല്ലുകളുടെ എണ്ണവും ഷെൽ നമ്പറും തുല്യമായിരിക്കും. The number of subshells in each energy level is equal to its shell number. The number of subshells in each energy level, ഓരോ എനർജി ലെവലിലെയും സബ്ഷെല്ലുകളുടെ എണ്ണം എന്തിന് ഈക്വൽ ആയിരിക്കും? ഷെൽ നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തേന് ഒരു സബ്ഷെല്ല്, രണ്ടാമത്തേന് രണ്ട് സബ്ഷെല്ല്, മൂന്നാമത്തേന് മൂന്ന് സബ്ഷെല്ല്, നാലാമത്തേന് നാല് സബ്ഷെല്ലുകൾ. അപ്പൊ ഇത്രയുമാണ് സബ്ഷെല്ലുകൾ എന്ന് പറയുന്നത്, എസ്, പി, ഡി, എഫ്. നമുക്കിനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇനി മുതലുള്ള കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇനി ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ, ഈ സബ്ഷെല്ലുകളിലൊക്കെ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യണം, ഇലക്ട്രോണുകളെ ക്രമീകരിക്കണം. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാ പറയുന്നത്, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്നാ പറയുന്നത്. അപ്പൊ സബ്ഷെല്ലുകളുടെ കൂടുതൽ കാര്യങ്ങൾ, സബ്ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ക്രമീകരണം, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ ഈ പറയുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഇത് ഷെയർ ചെയ്യണം. അടുത്ത ദിവസം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.